എന്താ വെച്ചാ ആ പിറന്നാളിന് എന്ന് പിറന്നാൾ 12 മാർച്ച് 12 മാർച്ച് 10 മാർച്ച് 10 ആറ്റുകാൽ പൊങ്കാലിൻ്റെ അന്നല്ലേ? ആ അത് 13 ആ മാർച്ച് 13 എന്ത് കേക്ക് മുറിക്കണ? ഏ ആരൊക്കെ വിളിക്കണം? പിള്ളേരാ? ഏത്? എൻ്റെ കടയിലുണ്ട് അടുത്തുള്ള. ആ ആ ആ സനലിൻ്റെ കുട്ടികളെയും സനലിനെയും മറ്റേ മോളത്തെ ഓരെ വിളിക്കണം എന്നാ. നമ്മൾ ആതിരേൻ്റെ പിറന്നാളിന് വന്നവരല്ലേ? ആ ഓരൊക്കെ വിളിക്കാം. ആ ആ പിറന്നാളിന് ഓരെ വിളിക്കാം. പിന്നെ രാജമാവനെ വിളിക്കണ്ടേ? ആ പിന്നെ പിന്നെ ആരെ വിളിക്കണം? പറ, വിളിക്കാം. പിന്നെ ഓരൊക്കെ എന്തായാലും വരില്ലേ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ പറ. നാട്ടിലേക്ക് വിളിക്കണ? വല്യച്ഛനെ വിളിക്കണ? വരില്ലേ? അപ്പച്ചീനെയോ? ഈ മാസം വരാമെന്ന് പറഞ്ഞ? ഓ ഓ ഓ ആ വലിയ കേക്ക് വാങ്ങണ? പൊട്ടിങ്ങനെ ബലൂണൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് തിന്നാനല്ലേ കേക്ക്? പിന്നെ എന്തോർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് വരുന്നവർക്ക്? ആ പൊറാട്ട ചെയ്താ? അത് ശരി. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പൊറാട്ടയും പത്തിരി ഇതൊക്കെ വാങ്ങിയില്ലേ? നെയ്ച്ചോറാക്കിയാലോ? നെയ്ച്ചോറാക്കാം. പിന്നെ കേക്ക് മുറിച്ചിട്ട് രാത്രി ആക്കണ രാവിലെ ആക്കണ? ആ എല്ലാവരും രാത്രി ആകുമ്പോഴേക്ക് ഫ്രീ ആവും. എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം. പക്ഷെ എന്താണെന്നറിയോ, ബുധനാഴ്ച വ്യാഴാഴ്ചയാണ് വരുന്നത്. അങ്ങനെ ആ 13 വ്യാഴാഴ്ച ആറ്റുകാൽ പൊങ്കാലിൻ്റെ എന്നല്ലേ? ആ അപ്പോൾ പിന്നെ എന്തായാലും വ്യാഴാഴ്ച. നിങ്ങളെങ്ങോട്ട് കലണ്ടർ നോക്കുകയാണേ? വ്യാഴാഴ്ച ആ ആറ്റുകാൽ പൊങ്കാല. ഞാൻ എന്നാൽ എല്ലാവരോടും ചോദിച്ചു നോക്കട്ടെ. എന്നാൽ പിന്നെ നമുക്ക് എന്താണെന്നറിയോ, അന്ന് അമ്പലത്തിൽ പോയിട്ട് വഴിപാട് സംഭവമൊക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെച്ചാൽ ഞായറാഴ്ചയെ, ആ ഞായറാഴ്ച എന്നാ വരുന്നത്? എത്രാം തീയതി? 16 ആ എന്നാൽ 16 നമുക്ക് ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും ലീവല്ലേ? അങ്ങനെ ചെയ്താലോ? അങ്ങനെ മതിയാ? എന്നാൽ കുട്ടികളൊക്കെ വരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പരീക്ഷ ഇതൊക്കെ അടുത്തേക്കല്ലേ? എന്നാൽ പിന്നെ വേറെ കുട്ടികളൊക്കെ വന്നോളും. ഇപ്പം എന്താണെന്നറിയോ, ഇപ്പം നിങ്ങൾ ഈ ട്രൗസർ ഇടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഇത് കൊണ്ടുവരും. മുണ്ടൊന്നും കൊണ്ടുവരലുണ്ടാവില്ല എല്ലാവരും. ഈ 3/4 കണ്ടുപിടിക്കുന്ന
ആര്? ആ അത് രാജമാമൻ ചോദിച്ചും പോലും അച്ചപ്പ ട്രൗസറൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങിയാന്ന് ചോദിച്ചു സുധേനോടേ അന്നേ 3/4 ഇട്ട് നടക്കണെന്ന്. അപ്പം എല്ലാവരും അത് കൊണ്ടുവരും. ആ ഇനി ഉണ്ടല്ലോ 2 ആഴ്ച, അപ്പോഴേക്ക് നമുക്ക് ചെയ്യാം. അത് പോട്ടെ പോയി. എന്നാൽ പിന്നെ നമുക്ക് പിറന്നാൾ അടിപൊളിയാക്കാം. അപ്പം ശരി കേട്ടോ. ഓ ഈ പ്രാവശ്യം പിറന്നാളിന് പോയപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓക്കെ. അല്ല അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ. ഇപ്രാവശ്യം അച്ഛൻ്റെ പിറന്നാൾ കേക്കൊക്കെ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം രശ്മിയും മറ്റേ സുമതിയെടുത്തൊക്കെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പിറന്നാൾ എന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമോ? ഓ നമുക്കന്ന് അമ്പലത്തിൽ പോവാം രാവിലെ കേട്ടോ. ശരി. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ 10 കൈ കൊണ്ടായിരുന്ന ഓക്കെ.